ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്, സമർപ്പണ ജീവിതത്തിനൊക്കെ വളരെ കാതലായ സന്ദേശം നൽകുന്ന വചനഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇന്നത്തെ ആദ്യ വായനയിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ മഹനീയമായൊരു വിളി സ്വീകരിച്ചവരെങ്കിലും വേണമെങ്കിൽ നമുക്ക് വ്യർത്ഥചിന്തയിൽ മുഴുകാം, വേണമെങ്കിൽ നമുക്ക് വ്യർത്ഥമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി ജീവിക്കാം, വേണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും വ്യർത്ഥമാക്കാം. മത്തായി 15-ാം അധ്യായം 8-9 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ജനം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ വ്യർത്ഥമായിട്ട്. അവർ പ്രാർത്ഥിക്കുന്നത് ഹൃദയം കൊണ്ടല്ല, അധരം കൊണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹൃദയം, മനസ്സ് സത്ചിന്തകൾ കൊണ്ട് നിറയ്ക്കാം. സത്ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വേണമെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം നമ്മുടെ പ്രവൃത്തികളൊക്കെ അതനുസരിച്ചായിരിക്കും വരിക. വേണമെങ്കിൽ നമുക്ക് ലൗകിക ചിന്തകൾ കൊണ്ട്, ജഡിക ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ച് നമുക്ക് ജീവിക്കാം. ഏത് വേണം? നമ്മുടെ തീരുമാനം. നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതനുസരിച്ചാണ് അതിൻ്റെ റിസൾട്ട് വരിക. ജഡികരായി ജീവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ മരിക്കും. ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നവർ നിത്യം ജീവിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ടു, സെബദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും രണ്ടുപേര് വന്നിട്ട് ഒരാവശ്യം ഉന്നയിച്ചു. നീ മഹത്വത്തിൽ വാഴുമ്പോൾ നിൻ്റെ ഇടത്തും വലത്തും ഞങ്ങൾ രണ്ടുപേരും ഇരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കസേരക്കൊതി, സ്ഥാനമാനക്കൊതി. യേശുവിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക 4 വായിച്ചാലും മത്തായി 4 വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരെണ്ണം സ്ഥാനമാനക്കൊതിയാണ്. ഒന്ന്, ജഡത്തിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ശരീരം ഇഷ്ടപ്പെടുന്ന പോലെ ഭക്ഷണം വേണമെന്ന് തോന്നുമ്പോൾ ഭക്ഷണം കിട്ടണം, ജഡസുഖം വേണമെന്ന് തോന്നുമ്പോൾ അതിൻ്റെ പുറകെ പോകും. അങ്ങനെ വേണമെങ്കിൽ ശരീരം പറയുന്നത് പോലെ വേണമെങ്കിൽ ജീവിക്കാം. അതൊരു പ്രലോഭനമായിരുന്നു. കർത്താവ് പറഞ്ഞൊരു കാര്യം, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രലോഭനത്തെ എനിക്ക് അതിജീവിച്ച് പറ്റൂ. നമ്മളെ നയിക്കേണ്ടത് ശരീരമല്ല, നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന, സജീവമായി പ്രവർത്തിക്കുന്ന ആത്മാവാണ്. ഇന്നത്തെ വായനകൾ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഈ നശിച്ചു പോകുന്നതും നശിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നശിച്ചു പോകുന്നത് നമ്മുടെ ശരീരം, നശിക്കാതിരിക്കുന്നത് നമ്മുടെ ആത്മാവ്. ഇതിലേതിനാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കാറുള്ളത്? ഏതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കാറുള്ളത്? ജഡത്തിലോ അതോ ആത്മാവിലോ? ഈ ലോകം തരുന്ന മഹിമ അതൊക്കെ കൊഴിഞ്ഞു വീഴുന്ന പുഷ്പം പോലെയാണെന്ന് നമ്മൾ വായിച്ചു കേട്ട ഒരു കാര്യമാണ്. നിലനിൽക്കുന്നത് ദൈവം തരുന്നതാണ്. സന്തോഷമാണേലും സമാധാനമാണേലും മഹത്വമാണേലും നിലനിൽക്കുന്നത് ദൈവം തരുന്നതാണ്. അതിനുവേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. ഇനി രണ്ടാമത്തെ ഒരു പ്രലോഭനമാണ് സ്ഥാനമാനങ്ങൾ, സ്ഥാനമാന കൊതി. അതുപോലൊരു കാര്യം ഇവിടെ ഉന്നയിച്ച് മുമ്പോട്ട് വന്ന 2 അപ്പസ്തോലന്മാരെ കുറിച്ചാണ് നമ്മളിന്ന് സുവിശേഷ ഭാഗത്ത് വായിച്ചു കേട്ടത്. കർത്താവ് അവരെ പഠിപ്പിച്ചൊരു കാര്യം, നിങ്ങൾ വലിയവരാകേണ്ടത് വേണമെങ്കിൽ ഇതുപോലെ ഒരു സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടൊന്നുമല്ല, ദൈവത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവത്തിൽ എത്ര വലിയ സ്ഥാനം നിങ്ങൾക്കുണ്ട്. ജീവിത വിശുദ്ധിയിലൂടെ, ദൈവസ്നേഹത്തിലൂടെ, പരസ്പര സ്നേഹത്തിലൂടെയൊക്കെ നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു സ്ഥാനമുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ലക്ഷ്യം, അതാണ് ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത്. ആ ലക്ഷ്യത്തോടെ നമ്മൾ ജീവിതത്തിൽ മുന്നേറണം എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പൗരോഹിത്യ ജീവിതം, അതുപോലെ സമർപ്പണ ജീവിതം, അതിനെല്ലാം വളരെ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്ന് 5 ബ്രദേഴ്സ് അവർ വ്രതവാഗ്ദാനം നവീകരിച്ചുകൊണ്ട് അവർ തിയോളജി, ദൈവശാസ്ത്ര പഠനത്തിലേക്ക് പോകുന്നവരാണ്. നമുക്ക് ഈ സന്ദേശം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.